ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒന്ന് വേഗം റെഡിയായി വാ, നമുക്ക് ഒരിടം വരെ പോകാമെന്നും പറഞ്ഞ് കുക്കുച്ചൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എവിടെ പോകാമെന്ന് എത്ര ചോദിച്ചിട്ട് കുക്കുച്ചൻ പറഞ്ഞതുമില്ല. ഇത് നമ്മുടെ ഹൊസ റോഡ് മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ ഉള്ള റോഡാണ്. ഒരു ദിവസമാട്ടെ നമുക്ക് ഈ ഹൊസ റോഡ് മുഴുവൻ ഒന്ന് കാണാം കേട്ടോ. അവിടുന്ന് നമ്മൾ സർവീസ് റോഡ് കയറി കുഡ്ലു ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് കുഡ്ലു ഗേറ്റ് മെട്രോ സ്റ്റേഷനാണ്. അവിടുന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയപ്പോഴാ ഈ കാഴ്ച നമ്മൾ കണ്ടത്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എക്സിബിഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. എത്തിയപ്പോൾ തന്നെ കുക്കുച്ചന്റെ കയ്യിലേക്ക് ഈശ ചാടി കയറിയേ. അഡൽട്ടിന് ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീസ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീസ് ഇല്ലായിരുന്നു. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ രാജ്കുമാർ സാർ, പുനിത് സാർ, അബ്ദുൽ കലാം തുടങ്ങിയവരുടെ ബാനറുകൾ അവിടെ ഉണ്ടായിരുന്നേ. അവിടെ നമ്മൾ നേരെ ചെല്ലുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് അത് ഫീൽ ആയത് നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പാണ്. ടോയ്സും കിച്ചൺ യൂട്ടിലിറ്റി ഐറ്റംസും ലേഡീസ് ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഇത് പലതരത്തിലുള്ള അച്ചാറുകളായിരുന്നേ. ഇത് ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന കടയുമാണ്. പിന്നെ അങ്ങോട്ട് മുഴുവനും പിള്ളേരുടെ റൈഡുകളായിരുന്നേ. എനിക്ക് ഈ ജയന്റ് വീലിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു ഉത്ഭയം, അതുകൊണ്ട് ഇനി ഞാൻ കയറിയില്ല. ഇഷാമയെ കുറച്ചു നേരം താഴെ നിർത്തിയതാണ്. എങ്ങോട്ട് പോകണമെന്നറിയാതെ കുഞ്ഞ് അതിലെ വട്ടത്തിൽ കിടന്ന് ഓടുമായിരുന്നേ. ഇവിടെ ഒരു പോണ്ട് സെറ്റപ്പിനകത്ത് സ്വയം പ്രാപ്തരായ കുട്ടികളെ ബോട്ട് ഓടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്റെ കുഞ്ഞിന് വെള്ളം കൊണ്ടേ പേടിയായതുകൊണ്ട് അവൾ ഈ പരിസരത്തോട്ട് പോലും നോക്കിയില്ല കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങളാകെ കയറിയത് ഈ ഡ്രാഗൺ ട്രെയിനിലാണ്. ഒരാൾക്ക് 80 രൂപയായിരുന്നു കേട്ടോ ഫീസ്. ഞങ്ങൾ അവിടെ ആദ്യത്തെ സീറ്റിൽ തന്നെ ഇടം പിടിച്ചേ. ഞങ്ങളെ കൂടാതെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു. റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ആ കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. ഇഷ അച്ഛനെ മടിയിലിരുന്ന് റൈഡ് നന്നായി എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 5 റൗണ്ട് കറങ്ങിയിട്ടുണ്ട്. ഓരോ വട്ടം കറങ്ങി വരുമ്പോഴും ഈ സാധനം എന്റെ തലയിൽ വന്ന് ഇടിക്കുമ്പോ ഈശ്വരാന്ന് പേടിച്ചാ ഞാൻ ഇരുന്നത് കേട്ടോ. അതും കഴിഞ്ഞ നേരം ഞങ്ങൾ 30 രൂപയ്ക്ക് 5 റിങ് വാങ്ങിയതാ. എറിയലോ ഒന്നും പക്ഷെ കിട്ടിയില്ല. എന്തായാലും വന്നാലേ അപ്പൊ ഇഷാമയ്ക്ക് ഒരു കളിപ്പാട്ടം കൂടെ വാങ്ങിയേക്കാവുന്ന ഞങ്ങളും കരുതി. 100 രൂപയുടെ ഒരു ജീപ്പാണ് ഞങ്ങൾ വാങ്ങിയത്. പുറത്തിറങ്ങുമ്പോ എന്താന്ന് അറിയത്തില്ല, ബജിക്കട കാണുമ്പോ എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ബജിക്കടയിൽ നിന്ന് ഒരു വടാപ്പാവ് വാങ്ങിച്ചു കഴിച്ച് എനിക്കിഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ വടാപ്പാവും കഴിച്ചു തീർത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.